ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ കരിയർ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡെയിലി ജോബ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PG അഡ്മിഷനെ കുറിച്ച്. MGയില് PG പ്രവേശനം വന്നിരിക്കുകയാണ്. അപ്പൊ PG അഡ്മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പഠന വകുപ്പുകളിലും ഇന്റർ സ്കൂൾ സെന്ററുകളിലും നടത്തുന്ന ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് മെയ് 20 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? MA ഉണ്ട്, MSc ഉണ്ട്, പിന്നെ MTTM, LLM, MEd, MBA തുടങ്ങിയ കോഴ്സുകളാണ് ഇതിലുള്ളത്. അപ്പോ ഇതില് അവസാന സെമിസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. MEd പ്രോഗ്രാം രജിസ്ട്രേഷന് യോഗ്യതാ പരീക്ഷയുടെ അവസാന 2 സെമിസ്റ്ററുള്ള ഫലം കാത്തിരിക്കുന്നവരെയും പരിഗണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അവസാന സെമിസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇവിടെ 1200, 600, 2400, 1200 കൊടുത്തിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോഗ്രാമിനോ ഒരേ പ്രവേശന പരീക്ഷ ബാധകമായ ഒന്നിലധികം പ്രോഗ്രാമുകൾക്കോ ആണെങ്കിൽ പൊതുവിഭാഗത്തിന് 1200 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 600 രൂപയുമാണുള്ളത്. ഈ ഒന്നിലധികം പ്രവേശന പരീക്ഷ ബാധകമായ പ്രോഗ്രാമുകൾ പൊതുവിഭാഗത്തിന് 2400 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 1200 രൂപയുമാണ് ഉള്ളത്. MBA ഒഴികെയുള്ള പ്രോഗ്രാമുകളാണ് അതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. MBA ഒഴികെയുള്ള പ്രോഗ്രാമുകളിലേക്കാണെങ്കിൽ എന്താണ് www.cet.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അതല്ല MBAയിലേക്കാണെങ്കിൽ admission.mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയുമാണ് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 30, 31 തീയതികളിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ MBAക്ക് കണ്ണൂർ ജില്ലയിലെ കേന്ദ്രങ്ങളിലാണ് എന്തുള്ളത് എക്സാമുകൾ നടക്കുന്നത്. ഒന്നുകൂടി പറയാം, ഏതൊക്കെ ജില്ലകളിലാണ്? തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ. ഇപ്പൊ ഇത്രയും ജില്ലകളിൽ മെയ് 30, 31 തീയതികളിലായിരിക്കും കേട്ടോ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? www.cet.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ ഇതിലിപ്പോ എന്താ പറഞ്ഞു വെച്ചാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പഠന വകുപ്പുകളിലും ഇന്റർ സ്കൂൾ സെന്ററുകളിലും നടത്തുന്ന ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്ക് പ്രവേശനത്തിന് മെയ് 20 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഏതൊക്കെ പ്രോഗ്രാമുകളാണുള്ളത്? MA, MSc, LLM, MTTM, MEd, MBA എന്നുള്ള പ്രോഗ്രാമുകളാണുള്ളത്. ഇതിലെ ഫീസ് എന്ന് പറയുന്നത് 1200, 600 ഉണ്ട്. 1200 എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിനോ ഒരേ പ്രവേശന പരീക്ഷ ബാധകമായ ഒന്നിലധികം പ്രോഗ്രാമുകൾക്കോ ആണെങ്കിൽ പൊതുവിഭാഗത്തിന് 1200 രൂപയും ഈ SC/ST വിഭാഗങ്ങൾക്ക് 600 രൂപയും. അതല്ല ഒന്നിലധികം പ്രവേശന പരീക്ഷ ബാധകമായ പ്രോഗ്രാമുകൾക്ക് പൊതുവിഭാഗത്തിന് 2400 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 1200 രൂപയുമാണുള്ളത്. ഇനി രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, www.cet.mgu.ac.in എന്നുള്ള വെബ്സൈറ്റ്. MBA ഒഴികെയുള്ളവരാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി MBA ആണെങ്കിൽ admission.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. MBAക്ക് എന്തില്ല? പൊതുപ്രവേശന പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പ്രവേശന പരീക്ഷ ബാക്കിയുള്ള കോഴ്സുകൾക്ക് MA, MSc, LLM, MTTM, MEdനൊക്കെ പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കും. ആ എക്സാം എപ്പോഴാണ്? മെയ് 30, 31 തീയതികളിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ്? തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ കേന്ദ്രങ്ങളിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. യോഗ്യത എന്ന് പറയുന്നത് അവസാന സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. MEd പ്രോഗ്രാം രജിസ്ട്രേഷൻ യോഗ്യതാ പരീക്ഷയുടെ അവസാന 2 സെമസ്റ്ററുള്ള ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് PG അഡ്മിഷനെ കുറിച്ച്. MG യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. അടുത്തത് ഏതാന്ന് നോക്കാം. അടുത്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ PG, PhD കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ PG, PhD പ്രവേശനത്തിന് മെയ് 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. MTech, MSc, MBA കോഴ്സുകളിലേക്കാണ് PG പ്രവേശനം നടക്കാൻ പോകുന്നത്. MTech, MSc, MBA കോഴ്സുകൾക്ക് കേട്ടോ. ഫുൾ ടൈം, പാർട്ട് ടൈം, ഇൻഡസ്ട്രി റെഗുലർ PhD പ്രോഗ്രാമുകൾ സർവകലാശാലയിലെ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. PG പ്രവേശനത്തിലുള്ള മിനിമം യോഗ്യത സംബന്ധിച്ച പൊതു നിബന്ധന എന്ന് പറയുന്നത് 60% മാർക്ക് അഥവാ 6.5/10
10ൽ 6.5 ഗ്രേഡ് പോയിന്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ പട്ടിക ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് എന്ത് മതി, പാസ് മാർക്ക് മതി എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുൻ സെമസ്റ്റർ വർഷ പരീക്ഷകളെല്ലാം ജയിച്ച് ആദ്യമായി ഫൈനൽ സെമസ്റ്റർ വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കോഴ്സുകളുടെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. https://duk.ac.in അഡ്മിഷൻ അപ്ലൈ എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ അവർ ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8078193800 എന്നുള്ള ഫോൺ നമ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അല്ലെ PG PhD പ്രവേശനത്തിന് ലാസ്റ്റ് ഡേറ്റ് മാർക്കരുത് 2025 മെയ് 19 അല്ലെ. ഏതൊക്കെ കോഴ്സുകളാണ്? MTech, MSc, അതുപോലെ തന്നെ MBA കോഴ്സുകളിലേക്കാണ് PG പ്രവേശനം. അല്ലെങ്കിൽ PhD പറയുന്നത് ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെഗുലർ PhD പ്രോഗ്രാമുകൾ സർവകലാശാലയിലെ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. PG പ്രവേശനത്തിലെ മിനിമം യോഗ്യത എന്താണെന്ന് പറഞ്ഞാൽ 60% മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇതുപോലത്തെ കരിയർ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.